നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായ എന്നാൽ വളരെ രുചികരമായ ഒരു വിഭവമാണ് ഒന്ന് ഉണ്ടാക്കുന്നത്, ചിക്കൻ കേക്ക്. കഴിച്ചിട്ടില്ലാത്തവർ ഇതൊന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്ര നല്ല ടേസ്റ്റാണിത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇന്നത്തെ ടിപ്സിൽ ഞാൻ വളരെ ഉപകാരമുള്ളൊരു നല്ലൊരു ഐറ്റമാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തത്. അതിനെ ഒരു കുക്കറിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി ഇട്ട ശേഷം ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 തണ്ട് കറിവേപ്പില ഇട്ട് 1/4 കപ്പ് വെള്ളം ഒഴിക്കണം. നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് 1/4 കപ്പ് വെള്ളം ഒഴിക്കുന്നത്. അത് കഴിഞ്ഞ് കുക്കറൊന്ന് അടച്ച് വെയിറ്റ് വയ്ക്കുക. എന്നിട്ട് ഒരു വിസിൽ വരെ നല്ല ഫ്ലെയിം കൊടുക്കണം. ഫസ്റ്റ് വിസിൽ വന്നു കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് മിനിമത്തിലാക്കണം. പിന്നെ ഒരു 5-6 മിനിറ്റ് മതി, അപ്പോഴേക്കിത് വെന്ത് കഴിയും. തണുത്ത ശേഷം ഒന്ന് തുറന്ന് കുറച്ച് സ്റ്റോക്കുള്ളത് മാറ്റി വയ്ക്കുക. അല്ലാതെ ആ ചിക്കൻ മാത്രം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കണം. അത് ഇഷ്ടമുള്ള രീതിയിൽ പൊടിക്കാം. കഷ്ണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലുതാക്കി പൊടിക്കാം. എന്നിട്ട് അതിൻ്റെ ആ സ്റ്റോക്ക് ഒരു 1/4 കപ്പോളം വരും. അതൊരു കപ്പിലേക്ക് മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണേ. എന്നിട്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിൽ ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, അര ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മീഡിയം സൈസിലെ 3 പച്ചമുളക് കുത്തിയരിഞ്ഞ് ചെറിയതായിട്ട് അരിഞ്ഞ് അതുകൂടി ഇട്ട് ഇളക്കിയെടുക്കുക. ഒരു 5-6 കറിവേപ്പിലയുടെ ഇല ഒന്ന് അരിഞ്ഞ് അതുകൂടെ ഒന്ന് അതിലേക്കിടുക. 1 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് ചെറിയ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം. ഇതുവരെയും നമ്മൾ ഫ്ലെയിം ചെറുതാക്കി വേണം വയ്ക്കാൻ, മിനിമം ഫ്ലെയിം മതി. അതിനെ അടച്ചു വയ്ക്കുക. 1 മിനിറ്റ്, ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് പൊടികളിടാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, പിന്നെ പെരിഞ്ജീരകപ്പൊടി 1/4 ടീസ്പൂൺ. ഇത്രയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ അരപ്പിൻ്റെ പച്ചച്ചവ് മാറുന്നത് വരെ ഒന്ന് ഇളക്കുക. ഇനി നമ്മൾ മാറ്റി വെച്ച 1/4 കപ്പോളം വരുന്ന ചിക്കൻ സ്റ്റോക്ക് അതിൽ കൂടി ഒഴിക്കാം. ഒഴിച്ച് അത് ഒരു 30 സെക്കൻഡോളം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം വേണേൽ ഒരല്പം കൂട്ടാം. ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കണം. അതിന് ശേഷം നമ്മൾ മിക്സിയിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുറച്ചൊരു 1-1.5 മിനിറ്റോളം ഒന്ന് ഇളക്കിയെടുക്കണം. അത് എല്ലാം കൂടി നന്നായി മിക്സായി വരണം. ആ വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് മാറി അതൊന്ന് നല്ല പാകമായി വരുമ്പോഴേക്കും നമ്മൾ മല്ലിയില അരിഞ്ഞത് 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് അതും കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം അതിനെ ഒന്ന് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഒന്ന് മാറ്റി വയ്ക്കാം, തണുക്കട്ടത്. ആ സമയത്തേക്ക് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 5 മുട്ട പൊട്ടിച്ച് വയ്ക്കണം. ഇപ്പം 5 അല്ല 4 ആയാലും മതി. ഇപ്പം 5 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ മൈദാമാവും, പിന്നെ 2 ടീസ്പൂൺ 2-3 ടീസ്പൂൺ പാല്, സാധാരണ നമ്മൾ ടെമ്പറേച്ചറിലുള്ള പാലും ഒഴിച്ച് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് അതിനൊരു ബൗളിലേക്ക് മാറ്റുക. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ നമ്മൾ റെഡിയാക്കി വെച്ചാൽ അതുകൂടെ അതിലേക്ക് ഇട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പ് കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കുന്ന പാൻ എടുക്കുക. അതൊരു നോൺ സ്റ്റിക്ക് പാൻ, ചൂട് കട്ടിയുള്ള ഒരു പാത്രമാണ് നല്ലത്. നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ഉദ്ദേശ അളവിൽ ഒരു ഇല എടുക്കുക. ഒന്ന് വാട്ടിയതിന് ശേഷം ഒന്ന് ചെറുതായി വാട്ടിയാൽ മതി, ഒന്ന് ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു ആവറേജ് അതിൻ്റെ ഒരു സൈസിൽ ഒന്ന് റഫായിട്ട് മതി മുറിച്ചെടുക്കുക. എന്നിട്ട് ആ പാനിലേക്കിട്ട് സ്റ്റൗ കത്തിച്ച് അടുപ്പിലേക്ക് വയ്ക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും ചേർത്ത ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് അതിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഇതുവരെയും നമുക്ക് ഫ്ലെയിം നല്ല ഫ്ലെയിമാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഫ്ലെയിം അങ്ങ് മിനിമത്തിലാക്കണം. ഒരല്പം മല്ലിയിലയും കൂടി ഇട്ട് അടച്ചു വയ്ക്കുക. 15 മിനിറ്റാണ് ഇതിന് ഞാൻ എടുത്തത്, എനിക്ക് വേണ്ടി വന്നത്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. നമ്മളൊരു സ്ക്വയർ വല്ലതും ഇട്ടൊന്ന് പതിയെ ഒന്ന് തൊട്ട് നോക്കിയാൽ അറിയാം, അതിനകത്തൊന്നും പറ്റി കാണില്ല. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു. പക്ഷേ മേൽഭാഗം ഒന്നുകൂടെ ഒന്ന് മൊരിയണമാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
അതിനുവേണ്ടി മറ്റൊരു തവ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ദോശക്കല്ലാണ് എടുത്തത്, നമ്മുടെ ദോശ തവ. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കണം. ഒന്ന് ബ്രഷ് ചെയ്ത് എല്ലായിടത്തും ഒന്ന് ആക്കുക. എന്നിട്ട് ഈ തവ മറ്റ് പാത്രത്തിന് മുകളിലേക്ക് വെച്ച് കമഴ്ത്തി വെച്ച് ഒന്ന് മറിച്ചെടുക്കുക. സാവകാശം ഒന്ന് മറിച്ചെടുത്താൽ മതി. നല്ല കറക്റ്റായിട്ടുണ്ട്. അതിൻ്റെ ആ ഒരിഞ്ഞ് വന്നതൊക്കെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ആ ദോശക്കല്ല് ഇപ്പം നമ്മൾ അടുപ്പിലിരിക്കുകയാണല്ലോ, അപ്പോൾ അത് വേണമെങ്കിൽ ഇതിൻ്റെ പുറത്തൊരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യണം. എന്നിട്ട് 1 മിനിറ്റ് മതി അടിവശത്ത് ഒന്ന് ശരിയാകാനായിട്ട്. ഇത് തുറക്കുമ്പോഴേക്കും നല്ല മണമാണ് കേട്ടോ ഇതിന്. പിന്നെ നമുക്കിപ്പോൾ 1 മിനിറ്റായി. ഞാൻ ആ ഫ്ലെയിം ഓഫ് ചെയ്തു. നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റണമല്ലോ. അപ്പോൾ അതിൻ്റെ പുറത്തോട്ട് അത് വെച്ചിട്ട് അത് ഇതുപോലെ ഒന്ന് കമഴ്ത്തിയാൽ മതി. അപ്പോഴേക്കും കറക്റ്റായിട്ട് അതിലേക്ക് വരും, ആ പ്ലേറ്റിലേക്ക് വരും. ഉണ്ട്, നല്ല ടേസ്റ്റുള്ള നല്ല കറക്റ്റായിട്ടുള്ള ചിക്കൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മുറിച്ച് നോക്കാം. കണ്ടില്ലേ, കേക്കിൻ്റെ അതേ ടെക്സ്ചറാണ്. നമുക്ക് കേക്കൊക്കെ കാണുന്ന പോലെ തന്നെ തോന്നും. പക്ഷേ നല്ല ടേസ്റ്റാണ് ഇതിന്. നമുക്ക് പ്രത്യേക ഒരു രുചിയാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് ഇങ്ങനെ പ്ലെയിനായിട്ട് കഴിക്കുന്നത് ഇഷ്ടം ഉള്ളവർക്ക് അങ്ങനെ കഴിക്കാനാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. പിന്നെ സോസ് കൂട്ടി കഴിക്കണമെങ്കിൽ സോസ് ഒഴിച്ച് അത് അങ്ങനെയും കഴിക്കാം. അതിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നല്ലൊരു ഐറ്റമാണിത്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ടിപ്സ് കൂടി കാണാൻ മറക്കരുതേ. ഇന്നത്തെ ടിപ്സിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും എല്ലാ പർപ്പസിനും ഉപകാരപ്രദമായ ഒരു LED ടേബിൾ ലാമ്പാണ്. കാണാൻ വളരെ ഭംഗിയുള്ളതും എന്നാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 360 ഡിഗ്രിയിൽ വരെ ട്വിസ്റ്റ് ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനും പറ്റുന്നൊരു ഫ്ലെക്സിബിളായിട്ടുള്ളൊരു റോഡാണ് ഇതിനുള്ളത്. പിന്നെ ഇതൊരു USB റീചാർജബിൾ ലാമ്പാണ്. അപ്പം നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്യുന്ന അതേ ചാർജറിൽ തന്നെ 8-10 മണിക്കൂർ ഇത് നമ്മൾ ചാർജ് ചെയ്ത് വെച്ചാൽ മതി. 6 വാട്ടാണ് ഇതിൻ്റെ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. പിന്നെ ഇതിൻ്റെ ലൈറ്റിൻ്റെ സ്വിച്ച് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് 3 മോഡ് ആണ് ഇതിനുള്ളത്. ഇതിൽ വർക്ക് ചെയ്യുന്നത് ഫസ്റ്റിൽ പ്രസ് ചെയ്യുമ്പോൾ ഒരു നൈറ്റ് മോഡ്, പിന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ റിലാക്സ് മോഡ്, പിന്നെ അടുത്തതിൽ ഫോക്കസ് മോഡ് എന്ന് പറയും. പിന്നെ നമുക്കത് വേണ്ടെങ്കിൽ അടുത്ത സ്വിച്ചോട് പ്രസ് ചെയ്യുമ്പോൾ അത് ഓഫാവും. മീഡിയത്തിൽ, അതായത് റിലാക്സ് മോഡിൽ ഇത് 10 മണിക്കൂർ വരെ വർക്ക് ചെയ്യുന്നതാണ് അവർ അവകാശപ്പെടുന്നത്. ഞാനിതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാനിത് കുക്കിംഗ് വീഡിയോയുടെ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത് മൊത്തത്തിൽ ഇതിൻ്റെ താഴത്തെ ഈ പോർഷന് നല്ല ഒരുവിധം വെയിറ്റ് ഉണ്ട്. ഒരു 450 ഗ്രാം അടുപ്പിച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അങ്ങനെ ചരിഞ്ഞു പോയിട്ടില്ല. പിന്നെ ഇത് മൾട്ടി പർപ്പസാണ്. പെൻ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഒരു മൊബൈൽ ഹോൾഡറും ഉണ്ട്. ഇവിടെ 2 ഗ്രൂ ഉണ്ട്. അവിടെ നമുക്ക് മൊബൈൽ ഹോൾഡ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ കോഡ്. ഇതിനൊരു 80 സെൻറ്റിമീറ്റർ നീളം വരും. അപ്പോൾ ഇത് എൻ്റെ ചാർജറാണ്. ഇത് അതുവരെ തന്നതല്ല. അതിലോട്ട് നമുക്കിത് കുത്തി വെച്ചാൽ പ്ലഗ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തൊരു റെഡ് ഇൻഡിക്കേറ്റർ ഉണ്ട്. അത് കത്തിക്കിടക്കും ചാർജ് ആവുന്നത് വരെ. ക്രോംപ്ടൺ കമ്പനിക്കാരുടെയാണിത്. ഇതിൻ്റെ അടിവശത്തെ എല്ലാ ഡീറ്റെയിൽസ് എല്ലാം അവർ എഴുതിയിട്ടുണ്ട്. 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. ഇതിൻ്റെ റോവെല്ലോ എന്നാണ് ഇതിൻ്റെ മോഡലിൻ്റെ പേര്. ക്രോംപ്ടൺ റോവെല്ലോ LED ടേബിൾ ലാമ്പ് എന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ മതി. ആമസോണിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതിലത്തെ ഇവർ വില എഴുതിയിരിക്കുന്നത് 1500 രൂപയെന്നാണ്. പക്ഷേ എനിക്ക് ഓഫറൊക്കെ കഴിഞ്ഞ് 549 റുപ്പീസിനാണ് കിട്ടിയത്. ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതൊരു അഡ്വർടൈസ്മെൻ്റ് അല്ല. ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ചിക്കൻ കേക്ക് ഉണ്ടാക്കാൻ മറന്നു പോകരുതേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണിത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരെയ്ക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.